നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീട്ടിലെ വെള്ള ബിൽ പെട്ടെന്ന് കൂടിയോ? ബി.പി.എൽ ഇളവ് ഈ വർഷം നഷ്ടപ്പെടാൻ ഒരുപാട് പേരുണ്ട്. കാരണം ഒറ്റത്തവണ റിന്യൂ ചെയ്യാൻ മറന്നാൽ മതി, എല്ലാം നഷ്ടമാകും. കേരള വാട്ടർ അതോറിറ്റിയുടെ ബി.പി.എൽ ഇളവ് കൃത്യമായി ലഭിക്കാൻ നിങ്ങൾ റിന്യൂ ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ അവസാനം വരെ കാണുക. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിന് ആർക്കെല്ലാമാണ് അർഹതയുള്ളത്? എങ്ങനെ ഓൺലൈനായി അപേക്ഷിക്കാം? വാടക വീട്ടിൽ താമസിക്കുന്നവർ എന്ത് ചെയ്യണം? സാധാരണയായി ആളുകൾ ചെയ്യുന്ന തെറ്റുകൾ എന്തെല്ലാം എന്ന് നോക്കാം. ആദ്യമായി ബി.പി.എൽ ഇളവ് എന്താണ്? കേരള വാട്ടർ അതോറിറ്റി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് വെള്ളക്കൂലിയിൽ ഇളവ് നൽകുന്നത് പദ്ധതിയാണ് ബി.പി.എൽ സ്കീം. മാസം 15,000 ലിറ്റർ വരെ സബ്സിഡിയോടെ കുറഞ്ഞ ബിൽ, വർഷം തോറും റിന്യൂവൽ നിർബന്ധമാണ്. ഒരിക്കൽ കിട്ടിയാൽ എപ്പോഴും ഉണ്ടാകുമെന്ന് കരുതുന്നവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണം, എപ്പോഴാണ് നിങ്ങൾ റിന്യൂ ചെയ്യേണ്ടതെന്ന് കൃത്യമായി നോക്കേണ്ടതാണ്. പഴയ ബി.പി.എൽ സ്റ്റാറ്റസ് ഓട്ടോമാറ്റിക്കായി പോകുന്നതായിരിക്കും. അതുകൊണ്ട് പിന്നെ നോക്കാമെന്ന് മാറ്റിവെക്കരുത്. ഇതിന് ആർക്കെല്ലാമാണ് അർഹതയുള്ളത്? ബി.പി.എൽ റിന്യൂവലിന് 3 നിർബന്ധ നിബന്ധനകളും ഉണ്ട്. പ്രവർത്തിക്കുന്ന വാട്ടർ മീറ്റർ റിന്യൂവൽ റിജക്ട് ചെയ്യും തെറ്റാണെങ്കിൽ. ബിൽ കുടിശ്ശിക ഇല്ല, 1 രൂപ പോലും അരിയേഴ്സ് ഉണ്ടെങ്കിൽ ആദ്യം അത് അടച്ച ശേഷം അപേക്ഷിക്കുക. ബി.പി.എൽ റേഷൻ കാർഡ് നിലവിൽ വാലിഡ് ആയിരിക്കണം. റദ്ദായ കാർഡാണെങ്കിൽ റിന്യൂവൽ നടക്കില്ല. ഇവ മൂന്നുമില്ലെങ്കിൽ അപേക്ഷ നൽകിയാലും പ്രയോജനം ഉണ്ടാകുന്നില്ല. വാടക വീട്ടിൽ താമസിക്കുന്നവർ ശ്രദ്ധിക്കുക. വളരെ കുറച്ചുപേർ ചോദിക്കുന്ന ചോദ്യമാണ്, വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് ബി.പി.എൽ റിന്യൂവൽ കിട്ടുമോ എന്നത്. ഉത്തരം അതെ, കിട്ടും എന്നതാണ്. പക്ഷേ ഡോക്യുമെന്റ് വേണം. ആവശ്യമായ രേഖകൾ ഇതിനായി വാടക കരാർ, റെന്റ് അഗ്രിമെന്റും അല്ലെങ്കിൽ വീട്ടുടമയുടെ എഴുത്തുപരമായ സമ്മതപത്രവും വേണം. ഓണർ ഡിക്ലറേഷൻ. വീട്ടുടമയുടെ ഒപ്പ് ഇല്ലെങ്കിൽ അപേക്ഷ റിജക്റ്റ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ പേർ പിഴയ്ക്കുന്ന ഭാഗം. അപേക്ഷയ്ക്കായി തയ്യാറാക്കി വെക്കേണ്ടത് എന്തെല്ലാമാണ്? ബി.പി.എൽ റേഷൻ കാർഡിന്റെ PDF, കൺസ്യൂമർ ID, വെള്ള ബിൽ കാണാം, രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ, റെന്റ് അഗ്രിമെന്റ് അല്ലെങ്കിൽ ഓണർ ഡിക്ലറേഷൻ, വാടക കരാർ. ഫോട്ടോ എടുത്ത് ബ്ലറായ PDF അപ്ലോഡ് ചെയ്യരുത്. പേജ് മുഴുവൻ കാണുന്ന വിധം സ്കാൻ ചെയ്യുക. ചെറിയ തെറ്റുപോലും റിജക്റ്റ് കാരണമാകും. അതിനാൽ നിങ്ങൾ വാടക വീട്ടിലുള്ളവർക്കും അപേക്ഷിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ തന്നെ പാഴാക്കരുത്. കൃത്യമായി എല്ലാം നൽകിക്കൊണ്ട് നിങ്ങൾ അതിനായി അപ്ലൈ ചെയ്യുക. ഓൺലൈൻ അപേക്ഷ എങ്ങനെയാണ് ചെയ്യുക? ഒന്നില്ലെങ്കിൽ അതിന്റെ വെബ്സൈറ്റായ bplapp.kwa.kerala.gov.in കയറി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിൽ ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. കൺസ്യൂമർ ID നൽകുക. മൊബൈൽ നമ്പർ കൃത്യമായി നൽകുക. OTP വരും, അത് വെരിഫൈ ചെയ്യുക. റേഷൻ കാർഡ് ഡീറ്റെയിൽസ് കൃത്യമായി നൽകുക. ഡോക്യുമെന്റുകൾ PDF ആയി അപ്ലോഡ് ചെയ്തു കൊടുക്കുക. സബ്മിറ്റ് ബട്ടൺ അമർത്തുക. ആപ്ലിക്കേഷൻ നമ്പർ സൂക്ഷിച്ചു വയ്ക്കുക. ഇതോടെ അപേക്ഷ പൂർത്തിയായിരിക്കുകയായിരിക്കും. ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എങ്ങനെ നോക്കാം? അപേക്ഷ നൽകിയാൽ പിന്നെ എന്തായി എന്ന് അറിയണം. അങ്ങനെയാണല്ലോ അല്ലേ? അതെ, വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ കൺസ്യൂമർ ID നൽകുക. സ്റ്റാറ്റസ് കാണാവുന്നതായിരിക്കും. പെൻഡിങ്, അപ്രൂവ്ഡ്, റിജക്റ്റഡ്. റിജക്റ്റഡ് ആണെങ്കിൽ കാരണം കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി എന്തെന്ന് നോക്കിക്കൊണ്ട് അപേക്ഷയിലെ തെറ്റുകൾ മാറ്റി നിങ്ങൾക്ക് നൽകാവുന്നതാണ്. സാധാരണ തെറ്റുകൾ എന്തെല്ലാമാണ് വരിക? അരിയേഴ്സ് ഉള്ളപ്പോൾ അപേക്ഷിക്കുന്നത്, മീറ്റർ പ്രവർത്തിക്കാതെ ഇരിക്കുക, തെറ്റായ PDF അപ്ലോഡ് ചെയ്യുക, അവസാന ദിവസം. അതുകൊണ്ട് തന്നെ അപേക്ഷ കൃത്യമായി നൽകാൻ ശ്രമിക്കുക. നേരത്തെ തന്നെ നൽകണം. അവസാനം എത്തുമ്പോൾ സൈറ്റ് സ്ലോ ആവുകയും നിങ്ങളുടെ അപേക്ഷ ഡിലേ ആവുകയും ചെയ്യും. ഇതിന് സഹായത്തിനായി ഹെൽപ്പ് ലൈൻ നമ്പറായ 1916 വിളിക്കാം. അടുത്തുള്ള കേരള വാട്ടർ അതോറിറ്റി ഓഫീസിലും അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ജനസേവന കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് പോവാവുന്നതാണ്. ഓൺലൈൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രം ഏറ്റവും സുരക്ഷിതമാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ ബി.പി.എൽ റിന്യൂവൽ 2026 ജനുവരി 31 അവസാന തീയതി. ഇത് അറിഞ്ഞില്ലെങ്കിൽ ഫെബ്രുവരിക്ക് ശേഷം പൂർണ്ണ വെള്ളക്കൂലി അടയ്ക്കേണ്ടി വരും. ജനുവരി 31 കഴിഞ്ഞാൽ, അതായത് അപേക്ഷ അവസാന തീയതി കഴിഞ്ഞാൽ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കില്ല. ഫെബ്രുവരി മുതൽ പൂർണ്ണ ബില്ലായിരിക്കും. പഴയ ബി.പി.എൽ സ്റ്റാറ്റസ് ഓട്ടോമാറ്റിക്കായി പോകുന്നതായിരിക്കും. അതുകൊണ്ട് ബി.പി.എൽ കാർഡ് ഉള്ളവർ ഇതുവരെ റിന്യൂവൽ ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായി നിങ്ങളുടെ റിന്യൂവൽ ചെയ്യുക. നിങ്ങളുടെ ഓരോ അവസരങ്ങൾ നിങ്ങൾ തന്നെ നഷ്ടമാകാതിരിക്കുക. പിന്നീട് നോക്കാമെന്ന് കരുതി നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി.